കൊട്ടാരക്കര വയക്കൽ ജംഗ്ഷനിൽ ടാങ്ക് ലോറിയും KSRTC സൂപ്പർ ഫാസ്റ്റും KSRTC ഓർഡിനറി ബസ്സും കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരുക്കേറ്റു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇത് 3 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? പരുക്ക് എങ്ങനെയുണ്ട്? ഗുരുതരമാണോ? അനുജ, അല്പസമയം മുൻപാണ് ഈ അപകടത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ തിരുവനന്തപുരം കോട്ടയം MC റോഡ് റൂട്ടിൽ വയക്കൽ ജംഗ്ഷനിലാണ്, കൊട്ടാരക്കര വയക്കൽ ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 3 വലിയ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ടാങ്കർ ലോറി, KSRTC സൂപ്പർ ഫാസ്റ്റ്, KSRTC ഓർഡിനറി, ഈ 3 വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ കൊട്ടാരക്കരയിലെ ആശുപത്രിയിലേക്കും അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അല്പസമയം മുൻപാണ് MC റോഡിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നാലെ കൊട്ടാരക്കര പോലീസ് അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. കൊട്ടാരക്കര ആയൂർ ഭാഗങ്ങളിലെ ആംബുലൻസ് അടക്കം എത്തിച്ചാണ് പരിക്കേറ്റവരെ ഇവിടെ നിന്ന് ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. 3 വാഹനങ്ങൾ, അതായത് ഒരേ ദിശയിൽ വന്ന 2 വാഹനങ്ങളും എതിർ ദിശയിൽ വന്ന ഈ ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാകും. അനുജ, അതാണ് ഇതിപ്പോൾ ഈ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു കൃത്യമായ കണക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഷഫീദ്? നിലവിൽ ഇപ്പോൾ ആ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച സാഹചര്യത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണ് അധികവും പരിക്കേറ്റിട്ടുള്ളത്. ഇവരെയാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, നമുക്ക് ആ ബസ്സുകൾ കിടക്കുന്ന ആ രീതി കണ്ടാൽ തന്നെ അറിയാം. ഒരേ ദിശയിൽ വന്ന 2 ബസ്സുകൾ, അതേപോലെ തന്നെ എതിർ ദിശയിൽ വന്ന ടാങ്കർ ലോറി, ഇത് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ, അതായത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ബസ് ഡ്രൈവർക്കും ടാങ്കർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയാണ് തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. അനുജ, കൊട്ടാരക്കരയിലാണ് വാഹനാപകടം ഉണ്ടായത്. 3 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. 2 വാഹനങ്ങൾ, അത് KSRTC സൂപ്പർ ഫാസ്റ്റും KSRTC ഓർഡിനറി ബസ്സും ഒരേ ദിശയിൽ നിന്ന് വരികയായിരുന്നു. എതിർ ദിശയിൽ നിന്ന് വന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഇത് വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായൊരു കണക്ക് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ആംബുലൻസിന്റെ ദൃശ്യം കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുണ്ട്. അരുൺരാജ് കൂടി വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇതിലിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അപകടത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതിന് കൂടുതൽ വിശദാംശങ്ങൾ അരുണ് ലഭിച്ചിട്ടുണ്ടോ? അനുജ, കൊല്ലം കൊട്ടാരക്കര വയക്കൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ വാഹനാപകടം ഉണ്ടായിട്ടുള്ളത്. 2 KSRTC ബസ്സുകളും ഒരു ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കോട്ടയത്തേക്ക് പോകിയിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ടാങ്കർ ലോറിയും തമ്മിലാണ് ആദ്യം കൂട്ടിയിടിച്ചത്. തുടർന്ന് പിന്നാലെ എത്തിയ KSRTC ബസ് ഈ KSRTC ബസ്സിന് പിന്നാലെ വീണ്ടും ഇടിച്ചു. നിരവധി പേർക്ക് സംഭവത്തിൽ ഇപ്പോൾ പരിക്കുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 13 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഈ KSRTC ബസ്സിലെ ഡ്രൈവറെ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. കാരണം ഈ MC റോഡിൽ അമിത വേഗതയിലായിരുന്നു ഈ വാഹനങ്ങൾ എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം MC റോഡിൽ വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടിക്ക് പിന്നാലെ ഈ നിരവധി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ടാങ്കർ ലോറി ഈ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തുനിന്ന് ഇപ്പോൾ ആൾക്കാരെ എല്ലാം പൂർണ്ണമായി മാറ്റുകയടക്കം ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സംവിധാനം ഇപ്പോൾ പോലീസ് സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുകയാണ്. നിലവിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കുമാണ് ഇപ്പോൾ ഈ രോഗികളെ കൊണ്ടുവരുന്നത്. കൊല്ലം കൊട്ടാരക്കര വയക്കൽ ജംഗ്ഷനിലാണ് ടാങ്കർ ലോറിയും KSRTC സൂപ്പർ ഫാസ്റ്റും KSRTC ഓർഡിനറി ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. 13 പേർ ആശുപത്രിയിലാണ് എന്നതിന്റെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഡ്രൈവർമാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം. ഒരു ബസ്സിലെ ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ് എന്നതാണ് അരുൺരാജ് നൽകിയ വിവരം. അമിത വേഗത്തിലായിരുന്നു ഈ ബസ്സുകൾ. ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു KSRTC ബസ് മറ്റൊരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എതിർ ദിശയിൽ നിന്ന് വന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.